ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയോ അല്ലെങ്കിൽ കടുകട്ടി നിയമങ്ങൾ പ്രഖ്യാപിച്ചോ ഒന്നും നമ്മുടെ രാജ്യചരിത്രത്തിൽ ഇടം നേടിയ ആളല്ല മൻമോഹൻ സിംഗ്. മറിച്ച് സാധാരണക്കാർക്ക് എന്ത് വേണമോ അത് അറിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് പോലും നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഉത്തരവുകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ സാധാരണക്കാർക്ക് എന്ത് വേണമോ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും അതനുസരിച്ച് മാത്രം ഫയൽ നീക്കുകയും അതനുസരിച്ച് മാത്രം രാജ്യത്തെ ഭരിക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് മൺമറയുന്നത്. തീർച്ചയായും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത തന്നെയാണ് പലപ്പോഴും പലരും എടുത്തു പറയുന്നത്. ഇപ്പോൾ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള പല രാഷ്ട്രീയ നേതാക്കളോടും പറയുമ്പോൾ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ പലപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുന്ന പ്രധാനമന്ത്രിയെ കാണാമായിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ആ തരത്തിൽ ഒരു ലളിതമായ ജീവിതം സ്വന്തം ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠതയോടെ അത് പരിപാലിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അങ്ങനെ തന്നെയായിരുന്നു. വിമർശനം നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തേക്ക് ചരിത്രത്തിലേക്ക് ഒരുപക്ഷെ പോയാൽ 91-ൽ അദ്ദേഹം ഈ നിയമം കൊണ്ടുവരുമ്പോൾ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയത് ഇടത് പാർട്ടികളാണ്. അതേ ഇടത് പാർട്ടികളാണ് 2004-ൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ആ തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിലും അദ്ദേഹത്തിന് എതിരാളികൾ ഉണ്ടായിരിക്കാം, പക്ഷേ ശത്രുക്കൾ ഉണ്ടായിരിക്കില്ല എന്ന തരത്തിലാണ് എല്ലാ കാലത്തും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിരുന്നത്. എതിരാളികളുടെ വാക്കുകൾ അദ്ദേഹം കൃത്യമായി കേട്ടിരുന്നു എന്നതുകൂടിയാണ്. അത് കേൾക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയുമ്പോൾ അതിന് അത്രയും കാർക്കശ്യം മറുപടികളിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. ഒരുപക്ഷെ നോട്ട് നിരോധന കാലത്താണ് വളരെ കടുത്ത വാക്കുകളിൽ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. അടുത്ത കാലത്തൊന്നും നമ്മൾ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് തിരിച്ചടിയിൽ നിന്ന് കരകയറില്ല എന്ന് തുടക്കകാലത്ത് ദീർഘദൃഷ്ടിയോടെ പറഞ്ഞ ഒരു നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അത് തന്നെ പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു. 2% മുകളിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് GDP-യുടെ ഇടിവ് ഉണ്ടാകും എന്ന് അദ്ദേഹം അന്ന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. അത്തരത്തിൽ എന്താണ് സാമ്പത്തിക രംഗത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പറയാൻ കഴിവുണ്ടായിരുന്ന ഒരു നേതാവ്, എതിരാളികളുടെ വാക്കുകൾ കൃത്യമായി ശ്രവിക്കുന്ന ഒരു നേതാവ്, അത് കേട്ട് കൃത്യമായി തന്നെ തൻ്റെ മറുപടിയും തൻ്റെ നിലപാടും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ്, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന ശാഠ്യം അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പിന്മാറുന്നത് ഒരു നേതാവുമായിരുന്നില്ല. അതേ സമയം തന്നെ അദ്ദേഹം അധികാരത്തിന് വേണ്ടി ഒരിക്കൽ പോലും കോൺഗ്രസിനോട് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് പഠനം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഒക്കെ പല കാലങ്ങളിലായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമ്പോഴെല്ലാം തന്നെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കോൺഗ്രസിനായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം കോൺഗ്രസിന് അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഉപദേഷ്ടാവായിട്ടാകട്ടെ, പിന്നീട് അത് RBI ഗവർണറായിട്ടാകട്ടെ, പിന്നീട് അത് ധനകാര്യമന്ത്രി ആയിട്ടാകട്ടെ, ഏറ്റവും ഒടുവിൽ അത് പ്രധാനമന്ത്രി കസേരയിലേക്ക് പോകുമ്പോഴാകട്ടെ, ഒരു കാലഘട്ടത്തിൽ 98 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന കസേര കൂടി കോൺഗ്രസ് ഡോക്ടർ മൻമോഹൻ സിംഗിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ എത്താൻ പറ്റാവുന്ന എല്ലാ സ്ഥാനങ്ങളും അലങ്കരിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ട് രുചീഷ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതെല്ലാം അപ്രതീക്ഷിതമായി മൻമോഹൻ സിംഗിലേക്ക് എത്തിച്ചേർന്നതാണ് എന്നൊരു സത്യം കൂടിയുണ്ട്. ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ആവശ്യപ്പെടാതെ എല്ലാം അപ്രതീക്ഷിതമായി വന്നു. ചിലപ്പോൾ ധനകാര്യമന്ത്രിയായിട്ട് വന്നതാണെങ്കിലും പ്രധാനമന്ത്രിയാകുന്നതുമൊക്കെ മൻമോഹൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായിരുന്നു. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പോലും വിശേഷിപ്പിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, അദ്ദേഹം ഒരു ആക്സിഡൻ്റൽ പൊളിറ്റീഷ്യൻ കൂടിയായിരുന്നു എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അദ്ദേഹം വരുന്ന ചുറ്റുപാട് ഒരിക്കലും ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ജനിച്ച പാകിസ്ഥാനിൽ നിന്നാകട്ടെ, അത് കുടിയേറി പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ച് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലേക്ക്, ഇന്നത്തെ പാകിസ്ഥാനിൽ ഉള്ള പഞ്ചാബിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് കുടിയേറുന്നു, കുടുംബത്തോടെ തന്നെ കുടിയേറുന്നു. പിന്നീട് പഠിച്ചതൊക്കെ ഇത്തരത്തിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിന് ശേഷം കേംബ്രിഡ്ജിലേക്ക് പോകുന്നു. അവിടെ പഠനം അത്തരത്തിൽ സാമ്പത്തിക രംഗത്തുള്ള പഠനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ജോലിയാകട്ടെ, ആ തരത്തിൽ അദ്ദേഹം ചെയ്യുമ്പോഴെല്ലാം തന്നെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ ആ തരത്തിൽ അദ്ദേഹം പോകും എന്നായിരുന്നു കരുതിയത്. പക്ഷേ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഒരു അധ്യാപന ജോലിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ കോൺഗ്രസ് തന്നെയാണ് അദ്ദേഹത്തെ കണ്ടെടുക്കുന്നത്.
അദ്ദേഹത്തിലെ ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിലെ സാമ്പത്തിക വിദഗ്ധനെ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കോൺഗ്രസ് ആണ്. ആ തരത്തിൽ തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രധാനികളുമായി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിമാരുമായി, അന്നത്തെ ധനകാര്യമന്ത്രിമാരുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ മികവ് കാരണമായി. അത് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു. 91 മുതൽ അദ്ദേഹം രാജ്യസഭാ അംഗമായി തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ ധനകാര്യ മന്ത്രിയായി വരുന്നതോടെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം കുറച്ചുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് വിമർശനങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഒരു ശത്രുപക്ഷത്ത് പലപ്പോഴും എതിരാളികൾ വെച്ച ഒരു നേതാവായിരുന്നു. ഈ സാമ്പത്തിക പരിഷ്കാരം രാജ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല തിരിച്ചു കയറാൻ എന്ന് പറഞ്ഞ ഒരു നേതാവാണ് മൻമോഹൻ സിംഗ്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അന്ന് കോൺഗ്രസിന് നരസിംഹറാവു ഭരണത്തിന് പിന്നീട് തിരിച്ചു വരാൻ സാധിച്ചില്ല എങ്കിൽ കൂടി കോൺഗ്രസിന് എല്ലാ കാലത്തും തങ്ങളാണ് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് പറയാൻ ഒരു ഇടയാക്കിയ ഒരു നേതാവ് കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അത് പിന്നീട് അദ്ദേഹം തന്നെ അതിൽ പല പദ്ധതികളും, അത് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ വാദോരാതെ സംസാരിക്കും. പക്ഷേ വിവരാവകാശ നിയമം ആദ്യമായി ഒരു പ്രപ്പോസൽ വയ്ക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായാൽ അത് ഭരണത്തെ സ്വാധീനിക്കും, ആ തരത്തിൽ നമുക്ക് നടപ്പാക്കാനാവില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായ ഒരു നിയമമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ എത്രമാത്രം ശക്തമായാണ് നമ്മൾ വിവരാവകാശ നിയമം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് വിവരാവകാശ നിയമം ഉണ്ടായത്. വിദ്യാഭ്യാസ സംരക്ഷണ നിയമം ഉണ്ടായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിൽ വളരെ കൃത്യമായി തന്നെ നിയമപരമായി തന്നെ നടപടികൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു നേതാവ് കൂടിയാണ് മൻമോഹൻ സിംഗ്. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതി ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ നമ്മൾ ഒരു മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു കാലത്ത് ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്ന് എന്ന് എടുത്തു പറയാവുന്ന ഒരു പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കണം, അത് അവരുടെ ഒരു അവകാശമായി തന്നെ അത് മാറിയ ഒരു പദ്ധതി. അതിൻ്റെ ചുക്കാൻ പിടിച്ച ഒരു നേതാവ് മൻമോഹൻ സിംഗ് ആണ്. അത്തരത്തിൽ നേരിട്ട് ജനങ്ങളിലേക്ക് പണം എത്തിക്കുമ്പോൾ രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തികമായ ഒരു ഞെരുക്കം അത് കണ്ടറിഞ്ഞ് പോലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം കാണിച്ച ഒരു ചങ്കൂറ്റം, ആ തരത്തിൽ അദ്ദേഹത്തെ വിലയിരുത്തണം. അത് പിന്നീട് വലിയ തരത്തിൽ ഈ കാലഘട്ടത്തിലും അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളികളായിരുന്ന NDA സർക്കാർ, മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ പോലും ആ പദ്ധതിക്കൊരു മാറ്റവുമില്ല. അതൊക്കെ അതുപോലെ തുടരുന്നതിൻ്റെ കാരണം ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പല പദ്ധതികളും ഉണ്ടായിരുന്നത്. അത്രമാത്രം സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലുത്തിയ പദ്ധതികൾ കൊണ്ടുവന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അങ്ങനെ വേണം അദ്ദേഹത്തെ പല കാലങ്ങളിൽ നമ്മൾ വിലയിരുത്താൻ. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാ കാലത്തും, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ രാജ്യസഭയിലെ, പ്രത്യേകിച്ച് രാജ്യസഭയിലെ, അതോടൊപ്പം പ്രധാനമന്ത്രി എന്ന സമയത്ത് ഉള്ള പ്രസംഗങ്ങൾ, അത് സാമ്പത്തിക രംഗത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാലത്തും പഠന വിധേയമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നത്. അത് വളരെ ചെറിയ വാക്കുകളിലാണെങ്കിൽ കൂടി അതിന് വലിയ മാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് എല്ലാ കാലത്തും അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധ ഊന്നിയ ഒരു നേതാവായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചതിന് പിന്നാലെ തന്നെ മലേഷ്യൻ പ്രധാനമന്ത്രി സംസാരിച്ചതുപോലെ അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠനം താൻ സ്കോളർഷിപ്പ് നൽകാം എന്ന വാഗ്ദാനം നൽകിയത് ഓർത്തുകൊണ്ടായിരുന്നു അദ്ദേഹം മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചത്. ആ തരത്തിൽ വിവിധ രാജ്യങ്ങളുമായുള്ള ബന്ധം സൂക്ഷിക്കുന്ന കാര്യത്തിൽ മൻമോഹൻ സിംഗിന് വളരെ കൃത്യമായ തന്നെ നിലപാടുകളുണ്ടായിരുന്നു. അത് അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് മാത്രമല്ല, ഇന്ത്യ ഒരു വലിയ ഒരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ കൃത്യമായ ലോക ശക്തി എന്ന തരത്തിൽ ഇന്ത്യക്ക് ഒരു മുഖം നൽകാൻ ആണവ കരാർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് അന്ന് സാധിച്ചിരുന്നു. ആ തരത്തിൽ അമേരിക്കയുമായി ഒരേ സമയം മികച്ച ബന്ധം സൂക്ഷിക്കുമ്പോൾ തന്നെ റഷ്യയുമായി, അതേസമയം അമേരിക്കയുടെ പ്രധാന എതിരാളികളായി കണക്കാക്കുന്ന റഷ്യയുമായി അതേസമയം തന്നെ നല്ല ബന്ധം സൂക്ഷിക്കാൻ മൻമോഹൻ സിംഗിന് സാധിച്ചിരുന്നു. അതേസമയം തന്നെ ചൈനയുമായി പലപ്പോഴും അതിർത്തി തർക്കങ്ങൾ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന ചൈനയുമായി അതേ ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചിരുന്നു. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിൽ മൻമോഹൻ സിംഗിന് ഇടപെടാൻ സാധിച്ചിരുന്നു. ആ തരത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ മൻമോഹൻ സിംഗിൻ്റെ കാലം അവസാനിക്കുന്നതോടെയാണ് നമ്മൾ പലപ്പോഴും
പലപ്പോഴും രാഷ്ട്രീയവും ക്രിക്കറ്റുമൊക്കെ ഒരേ തരത്തിൽ വിലയിരുത്താറുണ്ട്. പിന്നീട് ഇന്ത്യയിലേക്ക് ഇപ്പോൾ സമീപകാലത്തൊക്കെ വിവാദങ്ങൾ പലപ്പോഴും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലുകൾ മാറുന്ന ഒരു തരത്തിലേക്ക് ലോക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യങ്ങൾ മാറിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗിന്റെ കാലത്തിന് ശേഷമാണ് അത് കുറച്ചുകൂടി രൂക്ഷമായി മാറുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ അത്തരം ഇടപെടലുകൾ നടത്താൻ സാധിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നത് കൂടി അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം കൈവരിച്ച അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബന്ധം ആ തരത്തിലാണ്. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അദ്ദേഹം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, ഇന്ത്യക്ക് വളരെ പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രിയെ നഷ്ടമായി എന്നത് മാത്രമല്ല ഫ്രാൻസിന് ഏറ്റവും അടുത്ത സുഹൃത്തിനെ നഷ്ടമായി എന്നാണ് ഫ്രാൻസ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ആ തരത്തിൽ വിവിധ രാജ്യങ്ങൾ മൻമോഹൻ സിംഗിനെ കാണുന്നത് ആ തരത്തിൽ ഒരു ലോക നേതാവായി തന്നെ അംഗീകരിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്ന ഒരു പ്രധാനമന്ത്രി എന്ന മാത്രം ലേബലല്ല ഒരുപക്ഷെ മൻമോഹൻ സിംഗിന് ലോക രാജ്യങ്ങൾക്ക് ഇടയിലുള്ളത്. ഇത്രമാത്രം ബൗദ്ധിക മുഖം നമുക്ക് നഷ്ടമാകുന്നു എന്നത് കൂടിയാണ് മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ സമയത്ത് നമ്മെ ഒരുപക്ഷെ രാജ്യത്തിന് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കുന്നത്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി എന്ന ഒരു സ്ഥാനം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് ലോകം മുഴുവൻ കൽപ്പിച്ചിരുന്നത്. തീർച്ചയായും വിശേഷണങ്ങൾ അനവധിയാണ് മൻമോഹൻ സിംഗിനെ. നമ്മൾ ഈ പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത് പലപ്പോഴും മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 2004 മുതൽ 2014 വരെ 2 വട്ടം പ്രധാനമന്ത്രി പദം വഹിച്ച മൻമോഹൻ സിംഗ് സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ്. സ്വകാര്യവൽക്കരണം, ഈ സാമ്പത്തിക ഉദാരീകരണം തുടങ്ങിയ പരിഷ്കാരങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നടത്തിയ പരിഷ്കരണങ്ങളാണ്. ഒപ്പം ഇപ്പോൾ രുചീഷ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയത്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഒക്കെ ഇന്നത്തെ ഈ സമയത്ത് നമ്മൾ ഈ വാദോരാതെ സംസാരിക്കുന്ന പല കാര്യങ്ങളും അത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. നമ്മുടെ രാജ്യ ചരിത്രത്തിൽ തന്നെ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വേറിട്ട രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുകയും ഒച്ചപ്പാടും ബഹളവും ഒന്നും തന്നെ ഇല്ലാതെ മാധ്യമങ്ങളുടെ തെല്ലും അസഹിഷ്ണുതയില്ലാതെ കാര്യങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഈ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിക്കാറില്ല, വേണ്ടിടത്ത് പോലും പ്രതികരിക്കാറില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ എപ്പോഴൊക്കെ പ്രധാനമന്ത്രിയായിരിക്കെ ഈ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ മൗനം വെടിഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ഒരു വലിയ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് പിന്നീട് ഇന്ത്യ ചർച്ച ചെയ്തതാണ്, പിന്നീട് ഇന്ത്യയെ വഴിമാറ്റിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാർ ഈ മൻമോഹൻ സിംഗിനെ അടക്കം പറയാതെ വിമർശിച്ചിരുന്നു. അന്നും മൻമോഹൻ സിംഗ് പറഞ്ഞത് നാളെ ഇത് ഈ രാജ്യം തിരിച്ചറിയും എന്നാണ്. ഇന്നിപ്പോൾ അദ്ദേഹം മരിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പുരോഗമിക്കുകയാണ്. AICC ആസ്ഥാനത്തെ പൊതുദർശനം സമാപിച്ചു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ മരണസമയം, അദ്ദേഹം മരിക്കുന്ന ആ സമയം കോൺഗ്രസിൻ്റെ വിപുലീകൃത പ്രവർത്തക സമിതി യോഗം കർണാടകയിലെ ബെലഗാവിയിൽ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വരുന്നത്. അപ്പോൾ തന്നെ ആ സമ്മേളനം നിർത്തുകയും നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തു. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. നമുക്കിപ്പം രുചീഷ് രവീന്ദ്രൻ തുടരുന്നുണ്ട്. രുചീഷ്, ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ കുറിച്ച് എഴുതിയത് പോലും തൻ്റെ വഴികാട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഈ മൻമോഹൻ സിംഗുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അന്ന് ഈ
രാഹുൽ ഗാന്ധി ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ ഇടയുകയും അപ്പോൾ തന്നെ ഈ മൻമോഹൻ സിംഗ് തൻ്റെ രാജിക്കത്ത് എഴുതുകയും അത് പോക്കറ്റിൽ വെക്കുകയും പിന്നീട് പ്രവർത്തകരോട് പറയുന്നുണ്ട് താൻ രാജിവെക്കാൻ പോവുകയാണെന്ന് പറയുകയും പിന്നീട് അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോകുന്നു. അതിനുശേഷം വിദേശയാത്ര കഴിഞ്ഞ് വന്നുടൻ തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വസതിയിലെത്തി സന്ദർശിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതൊക്കെ ആ സമയത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചലനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ച സംഭവങ്ങളാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണവാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾ വിലാപയാത്ര നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർമ്മ വരികയാണ്. സേതുലക്ഷ്മി, തീർച്ചയായും വലിയ തരത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഏറ്റവും പ്രചോദിപ്പിച്ച നേതാക്കളിൽ ഒരാളായി തന്നെയാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഇപ്പോൾ ഡൽഹി തെരുവുകളിലൂടെ പോകുമ്പോൾ, ആ നിരത്തുകളിലൂടെ പോകുമ്പോൾ, ചുറ്റും ആളുകൾ നിന്നുകൊണ്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി തൊട്ടു പിന്നിൽ ആ വാഹനത്തിൽ തലകുനിച്ച് അദ്ദേഹം മൗനമായി ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം വലിയ സ്നേഹം രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തോട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 2004 ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് വരുമ്പോൾ അതിന് പിന്നാലെ വന്ന സർക്കാരിനെ ഭരിച്ച നേതാവ് കൂടിയാണ് മൻമോഹൻ സിംഗ്. അന്ന് മുതൽ തന്നെ ആ തരത്തിൽ എല്ലാ കാലത്തും നെഹ്റു കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അത് വളരെ കാലങ്ങളായി തുടരുന്നതാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളെ വളരെ ചെറിയ കാലഘട്ടം മുതൽ അറിയാവുന്ന നേതാവ് കൂടിയാണ് മൻമോഹൻ സിംഗ്. അന്നുണ്ടായ വിവാദങ്ങളൊന്നും ഒരിക്കലും മൻമോഹൻ സിംഗുമായി നേരിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നതല്ല. പല സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ചെറിയ വിഷയങ്ങൾ മാത്രമാണ്. പക്ഷേ എല്ലാ കാലത്തും ഡോക്ടർ മൻമോഹൻ സിംഗ് എല്ലാവർക്കും പ്രചോദനമായ ഒരു നേതാവ് എന്നത് മാത്രമല്ല, അത് പലപ്പോഴും രാഹുൽ ഗാന്ധി ആകട്ടെ പ്രിയങ്ക ഗാന്ധി ആകട്ടെ തുറന്ന് ഇത്രമാത്രം സ്വാധീനിച്ച ഒരു നേതാവ് എന്ന തരത്തിൽ തന്നെയാണ് അവർ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നിരത്തുകളിലൂടെ ആ വാഹനം മുന്നോട്ട് പോവുകയാണ്. നിഗംബോധ് ഘട്ടിലേക്കുള്ള അന്ത്യകർമ്മങ്ങൾക്കായുള്ള നടപടികളിലേക്ക് ആ വാഹനം പോവുകയാണ്. സൈനികർ പൂർണ്ണ സുരക്ഷയൊരുക്കി ആ വാഹനത്തിന് ചുറ്റും സൈനികർ ഉണ്ട്. എന്തായാലും പൂർണ്ണ സൈനിക ബഹുമതിയോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് 11:45 നടക്കുക. വലിയ തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് എത്തിയിട്ടുണ്ട്. ഈ ഒരു സംസ്കാര ചടങ്ങിനായി അവസാനമായി അദ്ദേഹത്തിന് യാത്രയയക്കാൻ എല്ലാവരും തന്നെ വലിയ ദുഃഖം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. വലിയ ഒരു ശൂന്യത അവർക്ക് ഈ തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടാവാം. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി വിശ്രമ ജീവിതത്തിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പലതരത്തിൽ ഈ ഘട്ടത്തിൽ ഈ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന നേതാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ അനുഭവം അത് ഒരു വലിയ തരത്തിൽ ഒരു വിടവായി തന്നെ തുടരും. വലിയ നേട്ടം രാജ്യത്തിനുണ്ടാക്കിയ ഒരു നേതാവിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് രാജ്യം എന്നത് തന്നെയാണ് ഈ നിമിഷം പറയാൻ